Good afternoon, all. Good afternoon, Miss. മിസ്സാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. മറ്റേ മിസ് എന്ത് ചെയ്യും? മിസ് ഇന്നില്ല കേട്ടോ. ഓക്കെ. മിസ്സാണ് എടുക്കുന്നത്. ഓക്കെ. കഴിഞ്ഞ ദിവസം എടുത്താൽ നോക്കിയ എല്ലാവരും നമ്മൾ സ്കോപ്പാണ് അല്ലെ, എംപ്ലോയി റിലേഷൻ കൊണ്ടുള്ള സ്കോപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. എംപ്ലോയി റിലേഷന്റെ വ്യാപ്തി അതില് ഫസ്റ്റത്തെ രണ്ടെണ്ണം പറഞ്ഞു അല്ലെ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്സ് അല്ലെ. രണ്ടല്ലേ പറഞ്ഞത് മിസ്? അതായിരുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ സ്കോപ്പായിട്ട് പറയുന്നത് ട്രേഡ് യൂണിയൻസ് അല്ലെ. ട്രേഡ് യൂണിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ട്രേഡ് യൂണിയൻസ്? എന്താണ്? നമ്മുടെ തൊഴിലാളികളുടെ തൊഴിൽ അന്തരീക്ഷം, ആ ഒരു എൻവയോൺമെന്റ് മെച്ചപ്പെടുത്തുന്നതിനും അത് നിലനിർത്തുന്നതിനും, പിന്നെന്താണ് നമ്മുടെ എംപ്ലോയീസിന് കിട്ടേണ്ട കുറച്ച് ബെനിഫിറ്റ്സുകളും കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഉണ്ടോ? ബെനിഫിറ്റ്സുകൾ ഉണ്ടോ? വേജസ്, ബെനിഫിറ്റ്സുകള്. അപ്പൊ അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെയാണ് അല്ലെ നമ്മൾ ട്രേഡ് യൂണിയൻ, തൊഴിൽ സംഘടന അല്ലെ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെയാണ് അല്ലെ, അസോസിയേഷൻസിനെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നമ്മുടെ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സുകൾ അല്ലെ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, അവരുടെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് യൂണിയനും ഈ എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു റിലേഷൻ ആണോ? അവർക്ക് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണോ? അല്ല അല്ലെ. എന്താണ്? ലോങ് ലാസ്റ്റിംഗ് അസോസിയേഷൻ ആണ് അല്ലെ. ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന അല്ലെ. ആണോ? ആണ്. നോക്കാം അപ്പൊ നമുക്ക് കേട്ടോ. Trade unions. Trade union is a long-lasting association created by employees in order to gain benefits out of the industry. Right? എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിന്റെ പുറത്ത് അവർക്ക് നേടേണ്ട ബെനിഫിറ്റ്സുകള് ലഭ്യമാകുന്നതിന് വേണ്ടി, ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസോസിയേഷൻസിനെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് അല്ലെ. കാരണം നമ്മുടെ എംപ്ലോയീസിന് ലഭിക്കേണ്ട, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇൻഡസ്ട്രിയിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനെ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അസോസിയേഷൻസിനെയാണ് ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർമനന്റ് അസോസിയേഷൻസ് ഓഫ് വർക്കേഴ്സ്, management of employee benefits and employee relations. 5th chapter കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായില്ലേ മാമിന്റെ? ഹുസൈൻ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായില്ലേ മിസ്സിന്റെ?
മിസ്സിന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറുന്നതാണോ? ഓക്കെ, ഇറ്റ് ഈസ് പെർമനന്റ് അസോസിയേഷൻസ് അല്ലെ. എന്താണ് ഇത്? ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓഫ് വർക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു പെർമനന്റ് അസോസിയേഷൻസ് ആണ്. formed with the aim of enhancing and sustaining their working environment. അല്ലെ, ഈ ഒരു ട്രേഡ് യൂണിയൻ കൊണ്ടുള്ള എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തൊഴിലാളികളുടെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതും ആ ഒരു മെച്ചപ്പെടുത്തിയ ആ ഒരു എൻവയോൺമെന്റ് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകളാണ് കേട്ടോ ഷീജ. എന്നിട്ട് മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് ക്ലാസ്സിൽ കയറുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ മിസ് ഇത് ഡൗട്ട് ക്ലിയർ ചെയ്തേരെ. ഓക്കെ, ട്രേഡ് യൂണിയൻ മനസ്സിലായോ? ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാല് എംപ്ലോയീസിന് അവർക്ക് ലഭിക്കേണ്ട അല്ലെ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻ. ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള അസോസിയേഷൻസ് ആണ് അല്ലെ. എന്താണ് ഈ ഒരു ട്രേഡ് യൂണിയൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ എംപ്ലോയീസിന് അവരുടെ സുരക്ഷിതത്വം അല്ലെ ഒക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നുള്ളത്, അത് നിലനിർത്തുക എന്നുള്ളതുമാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെയാണോ? അത് നമ്മുടെ എംപ്ലോയി റിലേഷൻ കൊണ്ടുള്ള ഒരു സ്കോപ്പാണ് കേട്ടോ, മൂന്നാമത്തെ സ്കോപ്പാണ്. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ അല്ലെ. ഒരുപാട് തൊഴിലുടമകളുടെ സംഘടനകളുണ്ട് അല്ലെ. എംപ്ലോയേഴ്സിന്റെ തൊഴിലുടമകളുടെ സംഘടനകൾ ഉണ്ടോ? അപ്പൊ എന്താണ് ഈ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് ആൻഡ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ തൊഴിലുടമകളുടെ സംഘടനകൾ, അതായത് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളത് എന്തിനു വേണ്ടി മെയ്ഡ് ചെയ്തിട്ടുള്ളതാ, നിർമ്മിച്ചിട്ടുള്ളതാ? ബിസിനസ് എന്റർപ്രൈസസിന് വേണ്ടിയിട്ട് അല്ലെ. ആണോ? ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നത് ആരാ? എംപ്ലോയേഴ്സ് ആണ് അല്ലെ. ആണോ? എംപ്ലോയേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ലഭിക്കേണ്ട നീതിക്കും അല്ലെ, അവർക്കുള്ള ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ തൊഴിലുടമകൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മുടെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് അല്ലെ. ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സുകളില്, പ്രവർത്തകരില് ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ. നമുക്കറിയാം നമ്മുടെ ഒരു ബിസിനസ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഓർഗനൈസേഷനുകൾ ഉണ്ട് അല്ലെ. എംപ്ലോയീസിന് വേണ്ടിയുണ്ട്, എംപ്ലോയേഴ്സിന് വേണ്ടിയുണ്ട്, ഉണ്ടോ ഇൻഡസ്ട്രിയില്? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനിലെ പ്രധാനപ്പെട്ട കളിക്കാരെന്നാ പറഞ്ഞിരിക്കുന്നത്, പ്ലേയേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? എംപ്ലോയേഴ്സ് ആണോ? എംപ്ലോയേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് കിട്ടേണ്ട നീതിയും അല്ലെ ഒക്കെ വേണ്ടിയിട്ടല്ലേ അവർ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ തുടങ്ങുന്നത്, അതിൽ പങ്കാളികളാകുന്നത് അല്ലെ. ആണോ?
അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടേഴ്സ്, ഒരു ഘടകമാണ് നമ്മുടെ എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പറയുന്നത് in India, the Council of Indian Employers, CIE, question വരുന്നതാണ് ട്ടോ, നോട്ട് ചെയ്യാം. And All India Organization of Employers, AIOE, are the major association for Indian employers. നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ എംപ്ലോയേഴ്സിന്റെ മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട അസോസിയേഷനുകളാണ് Council of Indian Employers, CIE, All India Organizations of Employers. നമ്മുടെ ഇന്ത്യയിലെ എന്താണ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്, ഇന്ത്യയിലെ തൊഴിലുടമകളുടെ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട അസോസിയേഷനുകളിൽ പെടുന്നതാണ് കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സും ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സും. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലെ തൊഴിലുടമകളും നമ്മുടെ എംപ്ലോയീസും തമ്മിൽ ഒന്നുകൂടി പറയാം, മിസ് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഇൻഡസ്ട്രിയിലെ തൊഴിലുടമകളും എംപ്ലോയീസും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സുകളും തർക്കങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വരാറുണ്ട് അല്ലെ? വേജസിനെ സംബന്ധിച്ച്, ബെനിഫിറ്റ്സുകളെ സംബന്ധിച്ചുണ്ടോ? പിന്നെ എന്താണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയീസ് ഒരുപാട് പ്രതിഷേധങ്ങള്, സമരങ്ങള്, ലോക്കൗട്ട്സുകള് അല്ലെ ഒക്കെ എടുക്കാറുണ്ടോ? അപ്പൊ നമ്മുടെ എംപ്ലോയേഴ്സിന് വേണ്ടി ബാധിക്കാനുള്ള ഓർഗനൈസേഷൻ, അസോസിയേഷനുകളാണ് അല്ലെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ അല്ലെ? അതൊക്കെയാണോ? എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് അല്ലെ? ഓർഗനൈസേഷൻ ആണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ. ഇത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രധാന കളിക്കാരില് ഒന്നാണ് നമ്മുടെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ. അത്രയൊക്കെയാണോ ഹുസൈൻ? എന്ന് വെച്ചാല് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് അല്ലെ എംപ്ലോയർ അല്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സംഘടനകൾ എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ റിലേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതല്ലേ, സംരംഭം, ഒരു അസോസിയേഷൻ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തൊഴിലുടമകളുടെ അസോസിയേഷനിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട അസോസിയേഷനുകളാണ് Council of Indian Employers and All India Organization of Employers. Okay ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് they include members from employers organization which consist of representative organization, chambers of commerce and trade and the industry association of public sectors അല്ലെ? എന്താണ് പ്രതിനിധി സംഘടനകൾ അല്ലെ? നമ്മുടെ എംപ്ലോയേഴ്സിന്റെ പ്രതിനിധി സംഘടനകള്. പിന്നെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്, പൊതുമേഖലയിലെ വ്യവസായിക അസോസിയേഷന് എന്നിവ ഉൾപ്പെടുന്ന തൊഴിലുടമകളുടെ സംഘടനകളിൽ നിന്നുള്ള അംഗങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു. അതായത് നമ്മുടെ എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷനിലെ തൊഴിലുടമ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധി സംഘടനകള്. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളുന്ന വേറെ സംഘടനകളാണ് പറയുന്നത്. അതില് നമ്മുടെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ് ഓർഗനൈസേഷൻ, പ്രതിനിധി സംഘടനകള്, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ ഒക്കെ നമ്മുടെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങളാണ്. ഓക്കെ ആണോ? ഇതൊക്കെ ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട, പേരുകൾ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. നമ്മുടെ എന്താണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങളാണ്, മെമ്പേഴ്സ് ആണ്. ഏതൊക്കെയാണ്? എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ പ്രതിനിധി സംഘടനകള്, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്, ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ. ഓക്കെ ആണോ?
ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ? കൂട്ടായ വിലപേശ അല്ലേ? ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് ബാർഗെയിനിങ് നടക്കാറ്? നമ്മുടെ ഇൻഡസ്ട്രിയില് എന്തിനു വേണ്ടിയിട്ടാണ് ബാർഗെയിനിങ് നടക്കാറ്? സാലറിക്ക് വേണ്ടി മാത്രമാണ് അഭിൻഷ എംപ്ലോയേഴ്സിന്റെ ഫ്രീഡത്തിന് വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയുണ്ടോ? ബെനിഫിറ്റ്സിന് വേണ്ടിയുണ്ട് അല്ലെ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ട് അല്ലെ? ബെനിഫിറ്റ്സിന് വേണ്ടിയുണ്ട് അല്ലെ? ടൈമിന് വേണ്ടിയുണ്ടോ? വർക്ക് ഷെഡ്യൂളിന് വേണ്ടിയിട്ടുണ്ടോ? വർക്കിംഗ് അവേഴ്സിന് വേണ്ടി നടക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയില് പല കാര്യങ്ങളുമായി ബേസ് ചെയ്ത് അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല പ്രവർത്തനങ്ങളെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് എന്ത് നടക്കാറുണ്ട്? കളക്റ്റീവ് ബാർഗെയിനിങ് നടക്കുന്നുണ്ട് അല്ലെ? നോക്കിയേ, collective bargaining. If a country strives for economic growth, maintaining industrial harmony and peace is important. നമ്മുടെ ഒരു കൺട്രിയുടെ ഗ്രോത്ത്, വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, എക്കണോമിക് ഗ്രോത്തിന്, സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അല്ലെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെ? വ്യവസായം എന്ന് പറയുന്നത് ആണോ? അല്ലെ? അപ്പൊ ആ ഒരു വ്യവസായിക മേഖലകളില് എന്തെങ്കിലും എന്താണ് തർക്കങ്ങളുണ്ട്, ഐക്യമില്ലായ്മകളുണ്ട്, എപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കോ? ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കോ? വ്യവസായിക മേഖലയിലുള്ള പ്രശ്നങ്ങള് ബാധിക്കും അല്ലെ? അപ്പൊ എന്ത് വേണം? ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് എന്ത് വേണം? നമ്മുടെ ഇൻഡസ്ട്രിയില് ഒരു ഹാർമണി പീസും വേണോ? ഇമ്പോർട്ടന്റ് ആണോ അത്? എന്താണ്? ഇഫ് എ കൺട്രി സ്ട്രൈവ്സ് ഫോർ എക്കണോമിക് ഗ്രോത്ത്, ഒരു രാജ്യം സാമ്പത്തിക വളർച്ചയ്ക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ, സ്ട്രൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കൊണ്ടുവരാം? മെയിൻറ്റെയിനിങ് ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് പീസ് ഈസ് ഇമ്പോർട്ടന്റ് അല്ലെ? അവിടെ നമ്മുടെ വ്യവസായിക ഐക്യം, ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ളത്, നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹാർമണി refers to an atmosphere of perfect understanding, acceptance and a sense of partnership among the workers and capital. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഹാർമണി, വ്യവസായിക ഐക്യം എന്നത് തൊഴിലാളിയും മൂലധനവും തമ്മിലുള്ള പൂർണ്ണമായ ധാരണ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് acceptance and a sense of partnership അല്ലെ? പിന്നെന്താണ്? സ്വീകാര്യതയുടെയും പങ്കാളിത്തത്തിന്റെയും അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് ആരാ? ക്യാപിറ്റൽ ഇടുന്നത് ആരാ? മൂലധനം നിക്ഷേപിക്കുന്നത് ആരാ? ഓണേഴ്സ് അല്ലെ? എംപ്ലോയർ ആണ് അല്ലെ? അപ്പൊ ആ എംപ്ലോയിയാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അഭിൻഷ, മൂലധനം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആദ്യത തൊഴിലാളികളാണോ? തൊഴിലുടമകളല്ലേ ഇടുന്നത്? എന്താണ്? പഠിച്ച് മാറിപ്പോയോ? അപ്പൊ എന്താണ്? ആ ക്യാപിറ്റലും, അതായത് ആ തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള പൂർണ്ണമായ ധാരണ വരുന്നുണ്ട് അല്ലെ നമ്മുടെ വ്യവസായിക ഐക്യത്തില്? എന്നാൽ മാത്രമല്ലേ ആ തൊഴിലുടമയും തൊഴിലാളിയും തമ്മില് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും സ്വീകാര്യതയും പങ്കാളിത്തം, അതായത് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ തൊഴിലാളികളെയും കൂടി ഉൾക്കൊള്ളിച്ചാൽ മാത്രമല്ലേ അവിടെ ഒരു വ്യവസായിക ഐക്യം ഉണ്ടാവുള്ളൂ ആണോ? അവർക്കിടയിൽ ഒരുപാട് മുറിവുകളുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എപ്പോഴും തർക്കങ്ങളാണെങ്കിൽ അവിടെ ഒരു വ്യവസായിക ഐക്യം ഉണ്ടാവോ? ഇൻഡസ്ട്രിയൽ ഹാർമണി ഉണ്ടാവോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? വ്യവസായിക ഐക്യം എന്നത് തൊഴിലാളിയും മൂലധനം, അതായത് നമ്മുടെ എംപ്ലോയേഴ്സും തമ്മിലുള്ള പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ്, ധാരണയുടെയും acceptance അല്ലെ, സ്വീകാര്യതയുടെയും പങ്കാളിത്തത്തിന്റെയും അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെയാണോ?
എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് എന്താ? ഈസ് ദ ഒഫീഷ്യൽ പ്രൊസീജിയർ അല്ലെ. ഇതെന്താണ്? ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്, പ്രൊസീജിയേഴ്സ് ആണ്. That comprises negotiation and information അല്ലെ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? negotiation and information, sharing between employees and employers, resulting in an agreement with is suitable both the parties. നമ്മൾ കൂട്ടായ വിലപേശലുകൾ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ എംപ്ലോയീസ് വില കുറയാനാ വിലപേശല് നടത്തുന്നത് എന്താണ് ഹുസൈൻ? എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ന്യായങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രണ്ടുപേരും ബാർഗെയിനിങ് നടത്താറുണ്ടോ? ഇപ്പൊ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സാലറി കൂട്ടാൻ, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ ലഭ്യമാകാനായിട്ട്, അതേപോലെ എംപ്ലോയേഴ്സിന്റെ തൊഴിലുടമയ്ക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യായങ്ങൾക്ക് വേണ്ടിയിട്ടും മീറ്റിങ്ങുകൾ കൂടാറുണ്ടോ? ബാർഗെയിനിങ് നടത്താറുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കരാറിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസും തമ്മിൽ, അല്ലെങ്കിൽ എംപ്ലോയേഴ്സും തമ്മിൽ നടക്കുന്ന എന്താണ് ഒരു ചർച്ചയെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൈമാറുന്ന ഒരു ഔദ്യോഗിക പ്രക്രിയയാണ്, പ്രൊസീജിയർ, നടപടിക്രമത്തിനെയാണ് കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ എംപ്ലോയേഴ്സിന് സാലറി കൂട്ടാനായിട്ട് അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ എംപ്ലോയീസും അവര് തമ്മിൽ കൂടിയിരുന്നാണ് അല്ലെ ചർച്ച ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻസിന്റെ ആളുകൾ ഉണ്ടാവും, എംപ്ലോയീസിൽ നിന്നുള്ള കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, ആണോ? അതേപോലെ ആ ഒരു കമ്പനിയില് തൊഴിലാളി സംഘടനകൾ ഉണ്ടെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, ആണോ? പിന്നെ അതേപോലെ തൊഴിലുടമ സംഘടനകളിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടാവും. എന്നിട്ട് രണ്ട് കൂട്ടർക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ എന്താണ് കാര്യങ്ങൾ തീരുമാനിക്കാനായിരിക്കും അല്ലെ, ഡിസിഷൻ എടുക്കാനായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്? രണ്ടു പേർക്കും, നമ്മുടെ എംപ്ലോയീസിനും അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയേഴ്സും തമ്മിൽ ചർച്ചകൾ നടത്തുന്നതിനെയും അവർ തമ്മിൽ പരസ്പരം വിവരങ്ങൾ അല്ലെ ഇൻഫർമേഷൻസ് കൈമാറുന്നതുമായ ഒരു ഔദ്യോഗിക നടപടിക്രമങ്ങളെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ, ഒന്നുകൂടി പറയണോ മിസ്? രണ്ടുപേർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരുപോലെ ഉപകാരപ്രദമായ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയേഴ്സും തമ്മിൽ ചർച്ച നടത്തുകയും അവർ തമ്മിൽ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഒരു ഔദ്യോഗിക നടപടിക്രമത്തെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് വാക്കുകളും ഉൾക്കൊള്ളും അല്ലെ. This process involves both the parties. എംപ്ലോയേഴ്സും ഉൾപ്പെടുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതേപോലെ however in many countries, അതേപോലെ പല രാജ്യങ്ങളിലും the government plays a vital role in encouraging collective bargaining by creating relevant law for it. എന്താണ് ഈ പല രാജ്യങ്ങളിലും ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് നമ്മുടെ ഗവൺമെന്റ് കൂടി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് അതിന് അനുയോജ്യമായിട്ടുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മ പറഞ്ഞു കളക്റ്റീവ് ബാർഗെയിനില് നമ്മുടെ എംപ്ലോയീസിന്റെ ഓർഗനൈസേഷനുകൾ അല്ലെ, ട്രേഡ് യൂണിയൻസ് അങ്ങനെയുള്ളവരൊക്കെ പങ്കെടുക്കുന്നു അല്ലെ. അതേപോലെ ചില രാജ്യങ്ങളില് എന്താണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങില് ഗവൺമെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുകയും അനുയോജ്യമായ നിയമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? Next, hence collective bargaining result in a concerned collective union contract, collective agreement or labor contract. അല്ലെ, നമ്മുടെ ഈ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഫലമായിട്ട് അല്ലെ, അതിന്റെ റിസൾട്ട് ആയിട്ട് ഇവര് തമ്മിൽ എന്താ കരാറുകളിൽ എത്തിച്ചേരുന്നു അല്ലെ, ആണോ? യൂണിയൻ കോൺട്രാക്റ്റില് അല്ലെങ്കിൽ കളക്റ്റീവ് അഗ്രിമെന്റില് അതല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റില് എത്തിച്ചേരുന്നു. ാണോ? സാലറി കൂട്ടിത്തരാം, അല്ലെങ്കിൽ ഇന്ന ബെനിഫിറ്റ്സുകൾ തരാം, അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് അവേഴ്സ് ഇന്ന ഷിഫ്റ്റുകളാക്കാം അല്ലെ, ഷെഡ്യൂൾ ചെയ്യാം അല്ലെ, നിങ്ങളെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേബർ കോൺട്രാക്റ്റിലേക്കോ അല്ലെങ്കിൽ കളക്റ്റീവ് അഗ്രിമെന്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിയൻ കോൺട്രാക്റ്റിലേക്കോ എത്തിച്ചേരുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലേബർ ലെജിസ്ലേഷൻ അല്ലെ, തൊഴിൽ നിയമനിർമ്മാണം. എന്താണ്? ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ നമ്മുടെ കമ്പനിയില് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അല്ലെ, തൊഴിലാളികളുടെ ആരോഗ്യവും ക്ഷേമവും ആണോ അവിടുത്തെ പ്രൊഡക്ടിവിറ്റിനെയൊക്കെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ, ആണോ? അപ്പൊ എന്താണ്? ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ് ലേബർ ലെജിസ്ലേഷൻ കം ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലെ, നമ്മുടെ തൊഴിലാളികളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് തൊഴിൽ നിയമനിർമ്മാണം നിലവിൽ വന്നു, ലേബർ ലെജിസ്ലേഷൻസ് നിലവിൽ വന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അത് ഈ എംപ്ലോയി റിലേഷൻ കൊണ്ടുള്ള ഒരു സ്കോപ്പാണ് കേട്ടോ ലേബർ ലെജിസ്ലേഷൻ വന്നത്. നിയമനിർമ്മാണം എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയില് കോൺഫ്ലിക്റ്റുകൾ വരുന്നതിന് വേണ്ടിയിട്ട് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഏതാണ്? പറ. ഗ്രീവൻസ് റിഡ്രസൽ പരാതികൾ പരിഹരിക്കുന്നതിനാണ്. കോൺഫ്ലിക്റ്റുകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം മിസ് എടുത്തന്നല്ലോ, മറന്നോയോ? ബാക്കിയുള്ളവര് പറ, ഉണ്ടായിരുന്നവര് പറ. മിസ് കഴിഞ്ഞ ദിവസം എടുത്തു തന്നിട്ടുണ്ടായി. ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്യൂട്ടുകൾക്ക് തർക്കങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമം. ആ നിയമത്തില് ഓരോ തർക്കങ്ങളും അല്ലെ, ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം, അത് റിസോൾവ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ, എന്താണ് വന്നത്? 1947 അല്ലെ. മറന്നുപോയോ? അപ്പൊ അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെ. ഓക്കെ ആണോ? തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങള്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഗ്രീവൻസ് റിഡ്രസൽ. എന്താണ്? എല്ലാ ഓർഗനൈസേഷനിലും കമ്പനികളിലും അല്ലെ ഒക്കെ വരുന്ന പ്രോബ്ലംസ് ആണ് അല്ലെ. പരാതികള്, പരാതി പരിഹാരം അല്ലെ, പല രീതിയിലുള്ള പരാതികൾ വരാം അല്ലെ. അപ്പൊ എന്താണ് നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത്? ഗ്രീവൻസ് റിഡ്രസൽ. എംപ്ലോയീസ് ഗ്രീവൻസ് ആർ കണക്റ്റഡ് ടു ദി കോൺട്രാക്ട്, വർക്ക് റോൾ or
regulations, policies or procedure, health and safety regulations, past practice, changing the culture norms unilaterally, individual victimization, wage, bonus, etc. നമുക്ക് ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനില് പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് പരാതികൾ വരാം അല്ലേ? അവരെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെ, തൊഴിൽ എംപ്ലോയി കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട് അല്ലെ ആണോ? പിന്നെ എന്താണ് വർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ആ ഒരു വർക്കിലുള്ള ജോലിയിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തില്, അവിടുത്തെ പോളിസികളുടെയും പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തില്, അവിടുത്തെ ആരോഗ്യത്തിന്റെയും സേഫ്റ്റി റെഗുലേഷൻസ് അല്ലെ, റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മുൻപത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, പിന്നെ അവിടുത്തെ കൾച്ചറൽ നോംസ്, ഏകപക്ഷീയ സാംസ്കാരിക മാനദണ്ഡങ്ങള്, കൾച്ചറൽ നോംസുകള് ഏകപക്ഷീയമായി നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് കേൾക്കാതെ, അവര് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തൊഴിലുടമകൾ തന്നെ മാറ്റുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, പിന്നെ എന്താണ് വ്യക്തിഗത ഇരയാകൽ അല്ലെ, ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ തൊഴിലാളികളുടെ മേൽക്ക് ചാരിക്കൊടുക്കലുണ്ടാവും അല്ലെ ചില കമ്പനികളില്, ആ തൊഴിലാളിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ, വ്യക്തിഗത ഇരയാകല്, അല്ലെങ്കിൽ വേജസുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ സാലറി, നമ്മുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബോണസുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാവാം? പരാതികൾ ഉണ്ടാവാം. ഓക്കെ ആണോ? എന്താണ് നമ്മുടെ കമ്പനിയില് എന്താണ് പല രീതിയില് എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് പരാതികൾ ഉണ്ടാവാം. അവരുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തൊഴിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട പോളിസി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യവും ഉണ്ടല്ലേ? നിങ്ങൾ ബികോമിനോ എംകോമിനോ HR-ല്? ഓക്കെ. ഗ്രീവൻസ് റിഡ്രസൽ ലാസ്റ്റ് ചാപ്റ്റർ നിഷാമിസ് എടുത്തോണ്ടിരിക്കണ്ട് അല്ലെ? ഗ്രീവൻസ് റിഡ്രസൽ അല്ലേ? ചാപ്റ്റർ 6. ഓക്കെ, മിസ് വിട്ടുപോയി. നിഷാമിസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ? ഒരു ഇതായി തോന്നുന്നുണ്ട് അല്ലെ ചാപ്റ്റർ? ഓക്കെ, മിസ് അത് പെട്ടെന്ന് വിട്ടുപോയി. ഓക്കെ, പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, പാസ്റ്റ് പ്രാക്ടീസ് അല്ലെ, മുമ്പത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ കൾച്ചറൽ നോംസ് അല്ലെ, സാംസ്കാരിക മാനദണ്ഡങ്ങള് ഏകപക്ഷീയം നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒപ്പീനിയൻസ് ഒന്നും കേൾക്കാതെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ, എന്താണ് വ്യക്തിഗത ഇരയാകൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ മേലെ ആ ഒരു പ്രശ്നം ചാരൽ അല്ലെ, അവരത് കുറ്റക്കാരാക്കി ആരോപിക്കില്ല, അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട്, ബോണസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പരാതികൾ വരാം. All these grievances can be resolved through the grievance redressal procedure. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പരിഹരിക്കുന്നത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിലൂടെയാണ്. Hence, to develop harmonious industrial relations, to run an unbiased, successful and dynamic workplace, grievance handling must be done effectively. അപ്പൊ എന്താണ്? അതിനാല് യോജിപ്പുള്ള വ്യവസായിക ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും പക്ഷാപാതരഹിതവും വിജയകരവും ചലനാത്മകവുമായിട്ടുള്ള ഒരു ജോലി സ്ഥലം സൃഷ്ടിക്കുന്നതിനും നടത്തുന്നതിനും പരാതികള് എന്താണ് ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലെ? ഈ പരാതികൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്ത് പ്രശ്നങ്ങൾ വരാമെന്ന് പറഞ്ഞു അല്ലെ? സാലറിയുമായി ബന്ധപ്പെട്ട്, ബോണസുമായി ബന്ധപ്പെട്ട്, മുൻപത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, സേഫ്റ്റി റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട്, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്, പ്രവർത്തനങ്ങൾ വർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെ? അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ വരുന്ന പരാതികൾ അല്ലെ, എന്തുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നമുക്ക് വരുന്ന പരാതികൾ എന്ത് ചെയ്യണം? അൺബയാസ്ഡ് അല്ലെ, പക്ഷാപാതരഹിതവും അല്ലെ? ആർക്കെങ്കിലും ഒരു ഭാഗം നിന്ന് നമ്മ പരാതി പരിഹരിക്കാൻ പാടുണ്ടോ?
ഏതെങ്കിലും എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് പരാതികൾ പരിഹരിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? പക്ഷാഘാതരഹിതമായിട്ടും വിജയകരമായിട്ടും ഡൈനാമിക് ആയിട്ടുള്ള രീതിയിൽ അല്ലേ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരേപോലെയാണോ സോൾവ് ചെയ്യുന്നത്? സാലറിയുമായി ബന്ധപ്പെട്ട സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കോ? നമ്മൾ സേഫ്റ്റി റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നത് അല്ല അല്ലെ? ഡൈനാമിക് ആയ രീതിയിലായിരിക്കണം അല്ലേ? ഓക്കെ ആണോ? അൺബയാസ്ഡ്, സക്സസ്ഫുൾ ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള രീതിയിൽ നമ്മ പരാതികള് ചലനാത്മകം ഓരോന്നിനും ഓരോതിൻ്റെതായ രീതിയിൽ പരാതികള് പരിഹരിക്കുക. ഓക്കെ ആണോ? നമ്മ പറയാറുണ്ട് ഒരു വ്യക്തിനെ കാണുമ്പോൾ നല്ല ആള് നല്ല ചുറുചുറുക്കാണ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആള് റെസ്പോണ്ട് ചെയ്യും. നമ്മ പറയാറില്ലേ ഡൈനാമിക് പേഴ്സണാലിറ്റി ആണെന്ന് ഇല്ലേ? എന്ത് കാര്യം കൊടുത്താലും അവർക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാൻ സാധിക്കും അല്ലേ? ഏത് സിറ്റുവേഷനിലും ആണോ? പറയാറുണ്ടോ ഡൈനാമിക് പേഴ്സണാലിറ്റി? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതായത് ഓരോന്നിനും ഓരോന്നിൻ്റെതായ രീതിയിൽ പ്രതികരിക്കുക. അതായത് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് പ്രശ്നങ്ങള് നമ്മ ഓരോന്നും ഒരേപോലെയാണോ? സെയിം രീതിയിലാണോ പരിഹരിക്കുന്നത്? അല്ല അല്ലെ? ഡിഫറെന്റ് മെത്തേഡിലാണ് അല്ലെ? ഓക്കെ ആണോ? സ്കോപ്പ് ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കോ സ്കോപ്പ്, എന്നിട്ട് മിസ് ഒബ്ജക്റ്റീവ്സ് എടുക്കാം. ഈ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനുകൾ പറയുന്നില്ലേ രണ്ടെണ്ണം? CIE, AIOE. അത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അടയാളപ്പെടുത്താം. അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ മിസ് പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ട്രേഡ് യൂണിയൻസ് കേട്ടോ. DESH is a long lasting association created by employees in order to gain benefits out of the industry. അത് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ. പിന്നെ പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റിന് പറയുന്ന മറ്റു പേരുകൾ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ് ഒബ്ജക്റ്റീവ്സ് എടുക്കാം കേട്ടോ. എടുക്കാം. ഓക്കെ ആണോ? ഇപ്പൊ കഴിയും. ഓക്കെ. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് പറയും. എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻ അല്ലെ? നമ്മുടെ എംപ്ലോയീസ് റിലേഷന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ? താഴെ തന്നിരിക്കുന്നവയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് പറയുന്നത് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് അല്ലെ? നമ്മുടെ വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ ഒരേപോലെ ഉള്ളതായിരിക്കും.
അല്ല അല്ലേ? നമ്മ കഴിഞ്ഞ ദിവസം ഒരു ഇതെടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായില്ലേ മിസ്? അപ്പൊ എന്താണ്? Protecting the well-being of workers and management by creating excellent understanding and goodwill between the various sections that are responsible for production is the prime objectives of industrial relations. നമ്മുടെ industrial relations ന്റെ main objectives, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷന് ഉത്തരവാദികളായ പല സെക്ഷനുകളുണ്ട് അല്ലെ? ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളർച്ച അല്ലെ? ആ ഒരു വളർച്ചയ്ക്ക് ഉത്തരവാദികളായ പല സെക്ഷനുകളില്ലേ ആ ഒരു ഓർഗനൈസേഷനിൽ? ഏതെങ്കിലും ഒരു ടീം മാത്രമാണോ ആ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുന്നത്? ആണോ? അല്ല അല്ലെ? ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സെക്ഷനും അവരെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവരാണ് അല്ലെ? ആണോ? അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു ഉൽപാദനത്തിന്, ആ ഒരു പ്രൊഡക്ഷന്, അവിടുത്തെ ആ ഒരു എന്താണ് ആ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് ഉത്തരവാദികളായ വിവിധ വിഭാഗങ്ങൾ നമുക്കറിയാം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, പ്രൊക്യൂർമെന്റ് പ്രോസസ് അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? അവിടുത്തെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെ? എല്ലാം സഹായിക്കുന്നുണ്ടോ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന്? അപ്പൊ എന്താണ് HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നിങ്ങൾ ആ ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ പഠിക്കുന്നത്? HR അല്ലെ? അപ്പൊ അവര് സഹായിക്കുന്നുണ്ടോ ആ ഒരു ഇൻഡസ്ട്രിയുടെ, ആ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക്? അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഉൽപാദനത്തിന്, അതായത് ഗ്രോത്തിന് ഉത്തരവാദികളായ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മികച്ച ധാരണയും അല്ലെ? അവർക്കിടയിൽ എന്ത് വേണം? ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണോ? വിവിധ സെക്ഷനുകൾക്കിടയിൽ, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ, വിവിധ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണോ? എക്സലന്റ് അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലെ? ഒരു കോപ്പറേഷൻ വേണം അല്ലെ? സഹകരണം വേണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മികച്ച ധാരണയും സൗഹാർദ്ദവും അല്ലെ? ആ ഒരു ഗുഡ്വിൽ, ഒരു സൗഹാർദ്ദവും സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും ക്ഷേമം സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് അല്ലെ? വളർച്ചയ്ക്ക്, ഉൽപാദനത്തിന് സഹായിക്കുന്ന അല്ലെ ഉത്തരവാദികളായ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഒരു എക്സലന്റ് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെ? പിന്നെന്താണ്? വെൽബീയിങ്സും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും ക്ഷേമം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ടുള്ള പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ് അല്ലെ? എന്താണ്? തൊഴിലാളികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക. ഇൻഡസ്ട്രിയൽ റിലേഷൻ, എംപ്ലോയി റിലേഷൻ കൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കോ? സാധിക്കോ? സാധിക്കും അല്ലെ? സാധിക്കും. എങ്ങനെയാ? ഏത് രീതിയിലാ? ഉച്ചക്കാണ് ചോറി കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നുണ്ടോ? ഇന്ന് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് ഇരുന്നേ. വേജസ് കൂട്ടുക അല്ലെ? അവർക്ക് ബെനിഫിറ്റ്സുകൾ കൊടുക്കുക അല്ലെ? സാലറി ഇൻക്രീസ് ചെയ്യുക, അവർക്ക് ഈ ബെനിഫിറ്റ്സുകൾ കൊടുക്കുക, ഇൻഷുറൻസുകൾ കൊടുക്കുക അല്ലെ? അപ്പൊ നോക്കിയേ, ബോണസ് അല്ലെ? ബോണസ് കൊടുക്കുക. ഓക്കെ. The aim of industrial relation is to enhance the economic standing of workers by increasing their wages and benefits, and by assisting the workers in developing
ആൻഡ് ഇഫക്റ്റീവ് ബഡ്ജറ്റ് അല്ലെ. വ്യവസായിക ബന്ധങ്ങളുടെ ലക്ഷ്യം, ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വേതനവും അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ ഇഫക്റ്റീവ് ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ആണോ? ഈ സാലറി, ഈ ബോണസും ബെനിഫിറ്റ്സുകളും കൊടുക്കണമെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് വേണ്ടി അവർക്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രമല്ലേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ വേതനവും അല്ലെ, അവരുടെ സാലറി, വേജസും അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റ്സുകളും നൽകുന്നതിനുള്ള, വർദ്ധിപ്പിക്കാനുള്ള ഫലപ്രദമായ ഒരു ബഡ്ജറ്റ് വികസിപ്പിക്കുന്നതിന് തൊഴിലാളികളെ സഹായിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമ്മുടെ എംപ്ലോയി റിലേഷന് ഉണ്ട്. ഓക്കെയാണോ? തൊഴിലാളികളുടെ വേതനവും ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ഫലപ്രദമായ ഒരു ബജറ്റ് വികസിപ്പിക്കുന്നതിലൂടെ തൊഴിലാളികളെ സഹായിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക എക്കണോമിക് സ്റ്റാറ്റസ് മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷന്റെ എയിമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ് അല്ലെ. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട് അല്ലെ. ഓരോ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടും അല്ലെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ആണോ? എന്താണ് ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്? ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങള് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഹാൻഡിൽ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദോസ് യൂണിറ്റ്സ് ദാറ്റ് ആർ ഫേസിംഗ് എ കോൺസ്റ്റന്റ് ലോസ് or the ones where production is controlled for the benefits of the public. എന്ന് വെച്ചാല് സ്ഥിരമായി നഷ്ടം നേരിടുന്ന യൂണിറ്റുകളുടെയോ, ഇപ്പൊ ഒരു കമ്പനി സ്ഥിരമായിട്ട് നഷ്ടം നേരിടാണ്, ലോസ് നേരിടുകയാണെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ ഉണ്ടോ മക്കളെ? അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ വേജസോ വരെ ചിലപ്പോ കിട്ടില്ല അല്ലെ. കിട്ടോ? കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും അവർക്ക് ലാഭമാണ്. അപ്പൊ അവർക്ക് ബോണസ് കൊടുക്കാറുണ്ടോ? ബോണസ് കൊടുക്കാൻ പറ്റുമോ ആ കമ്പനിക്ക്? ശരിക്കും സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആണോ? സാലറി അവർക്ക് നൽകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ലോസുകൾ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെടോ? ചിലപ്പോ ആ ഒരു കമ്പനി അടച്ചുപൂട്ടുകയോ അല്ലെ, ആ ഒരു കമ്പനി അടച്ചുപൂട്ടുകയോ, നമ്മുടെ എംപ്ലോയീസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെടില്ലേ? എന്താണ്? അല്ല, ഇടപെടില്ല. നമ്മുടെ എംപ്ലോയീസ് കംപ്ലൈന്റ് കൊടുക്കാണ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടപെടും. അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും, അവർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അവരുമായി കച്ചവടം നടത്തുന്ന വേറെ ഏതെങ്കിലും വെൻഡേഴ്സോ ആരെങ്കിലും ഇടപെട്ട് നമ്മുടെ കോടതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഗവൺമെന്റ് അതിൽ ഇടപെടോ? മനസ്സിലായോ? അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ വേജസ് ഒക്കെ കൊടുക്കുക എന്നുള്ളത് ആ എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ് അല്ലെ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി. അപ്പൊ എന്താണ്? അങ്ങനെ സ്ഥിരമായി നഷ്ടം നേരിടുന്ന യൂണിറ്റുകളുടെയോ അതല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പ്രയോജനത്തിനായി ഉൽപാദനം നിയന്ത്രിക്കുന്ന യൂണിറ്റുകളുടെയോ അല്ലെ. ഇപ്പൊ ഒരു സാധനം ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക്, നമ്മുടെ പബ്ലിക്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെടോ? ഇടപെടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകളുടെയും സർക്കാരിന്റെ നിയന്ത്രണം നമ്മുടെ വ്യവസായിക ബന്ധങ്ങള് കൈകാര്യം ചെയ്യുന്നു. സ്ഥിരമായി നഷ്ടം നേരിടുന്ന കമ്പനി യൂണിറ്റുകളുടെയും
അതല്ലെങ്കിൽ എന്താണ് പൊതുജനങ്ങളുടെ പ്രയോജനത്തിനായി ഉൽപാദനത്തില് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന യൂണിറ്റുകളുടെയോ നിയന്ത്രണങ്ങൾക്കായി ആര് നമ്മുടെ വ്യവസായിക ബന്ധങ്ങള് കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ആ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മുടെ വ്യവസായിക ബന്ധം കൂടി ഉൾപ്പെടുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ അല്ലേ? അവിടുത്തെ എന്താണ് അഭിപ്രായങ്ങളില് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് വരുത്തുമ്പോൾ ആരെ കൂടി ഉൾപ്പെടുത്താം? അതിലെ ഡിസിഷൻ അറിയിക്കാനായിട്ട് അല്ലേ? അല്ലെങ്കിൽ അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ എന്താണ് എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്താം അല്ലേ? ആണോ? അപ്പൊ നോക്കിയേ, ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ അല്ലെ, വർക്കേഴ്സിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി പങ്കാളിത്തം കൂടി എന്താണ് ഉറപ്പുവരുത്തുക. It aims at giving a chance to the workers to express their views in management and participate in decision making അല്ലെ? എന്താണ് നമ്മുടെ വർക്കേഴ്സിന് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വ്യൂസുകളും അല്ലെ പ്രകടിപ്പിക്കാനായിട്ട് മാനേജ്മെന്റ് എന്ത് കൊടുക്കാം? ഡിസിഷൻ, തീരുമാനങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിന് കൂടി അവസരങ്ങൾ നൽകുക, ചാൻസ് കൊടുക്കുക അല്ലെ? ഇറ്റ് ഓൾസോ ഇൻക്രീസ് വർക്കേഴ്സ് പവർ സോ ദാറ്റ് their problems are solved through joint discussion between the workers and management അല്ലെ? ഇതെന്താണ്? തൊഴിലാളികളുടെ ശക്തി വർദ്ധിപ്പിക്കുക അല്ലെ? ഇപ്പൊ നമ്മ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുത്തും കൂടി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു മാനേജ്മെന്റിനോട് ഒരു റിലേഷൻ വരോ? ഒരു ഇന്റിമസി വരോ? ഫീൽ ചെയ്യോ? നമ്മുടെ അഭിപ്രായങ്ങൾക്കും എന്ത് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് അല്ലെ നമ്മൾ ചിന്തിക്കുന്നത്. ആണോ? അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പൊ എന്താണ് ഇത്? തൊഴിലാളികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും അതുവഴി തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള സംയുക്ത ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നു. ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൂടി പരിഗണിക്കുന്നു അല്ലെ? അപ്പൊ അതുവഴി എന്താണ് നമ്മുടെ മാനേജ്മെന്റും ആ ഒരു എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ആ ഒരു സംയുക്ത ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഗുഡ് റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ എന്താണ് അവര് തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ചർച്ച ചെയ്ത് ചിലപ്പോ എന്താണ് നമ്മുടെ എംപ്ലോയീസിന് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം ഡിസിഷൻ എടുക്കാൻ സാധിക്കും അല്ലെ? എംപ്ലോയേഴ്സിനും കൂടുതൽ ആണോ? ഇപ്പൊ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ തൊഴിലുടമയിലും കൂടുതൽ ആർക്ക് അഭിപ്രായം പറയാൻ സാധിക്കും? നല്ല രീതിയിലുള്ളത്, ഉചിതമായിട്ടുള്ള കാര്യങ്ങള് അവർ തന്നെ പരിഹരിക്കും അല്ലെ? അവർക്ക് തന്നെ നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ പറയാൻ സാധിക്കും അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ തൊഴിലാളികൾക്ക് അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ, അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ നൽകുമ്പോൾ തൊഴിലാളികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും അതുവഴി എന്താണ് തൊഴിലാളികളും മാനേജ്മെന്റും കൂടുന്ന ആ ഒരു സംയുക്ത ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും?
പിന്നെ നെക്സ്റ്റ് നോക്കിയേ ഫിഫ്ത്ത്, ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് ലേബർ യൂണിയൻസ്. എന്താണ് നമ്മുടെ ലേബർ യൂണിയൻസിനെ ഡെവലപ്പ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കഴിയുക എന്നുള്ളത് നമ്മുടെ എംപ്ലോയി റിലേഷൻ കൊണ്ടുള്ള ഒരു എയിം ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ലേബർ യൂണിയൻ സോ ദാറ്റ് ദ വർക്കേഴ്സ് സ്ട്രെങ്ത് ക്യാൻ ബി എൻഹാൻസ്ഡ്. അല്ലെ, എന്താണ് ഈ എംപ്ലോയീസ് റിലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ആൻഡ് പ്രൊമോട്ട്സ് ലേബർ യൂണിയൻസ്. അല്ലെ, നമ്മുടെ ലേബർ യൂണിയൻസിനെ സൃഷ്ടിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലെ, എംപ്ലോയി റിലേഷൻസ് ആണോ? അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ സ്ട്രെങ്ത്, ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ അവകാശങ്ങള്, നമ്മുടെ റൈറ്റ്സുകള് ഒക്കെ നേടിയെടുക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയുന്നത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആണോ? അല്ലേ? സോ ദാറ്റ് ദ വർക്കേഴ്സ് സ്ട്രെങ്ത് ക്യാൻ ബി എൻഹാൻസ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ, വർക്കേഴ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ബാക്കി മിസ്സിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ.